Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റാണ്. ഇതാണ് നമ്മുടെ IC ട്രെയിനർ കിറ്റ്. ഇതാണ് നമ്മുടെ IC സ്ലോട്ടുകൾ. ഇത് രണ്ട് IC സ്ലോട്ടുകളുണ്ട്. ഇതെന്ന് പറയുന്നത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ദെൻ ഇതെന്ന് പറയുന്നത് നമുക്ക് ക്ലോക്ക് ജനറേറ്റ് ചെയ്യാം. 1 kHz ക്ലോക്ക് പൾസ് ജനറേറ്റ് ചെയ്യും. ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് നമ്മുടെ പൾസസ് ആയിരിക്കും. 1 Hz പൾസസ്, 10 Hz പൾസസ്, 100 Hz പൾസസ്, അങ്ങനെ 1 MHz വരെയുള്ള പൾസസ് ജനറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോർമലി ഓപ്പാമ്പ് യൂസ് ചെയ്യുമ്പോൾ ഉടനെ നമ്മളൊരു +12 വോൾട്ട് -12 വോൾട്ട് അതിൻ്റെ VCC VE കൊടുക്കും. അതാണ് ഈ +12 വോൾട്ട് -വോൾട്ട് അതിൻ്റെ ഗ്രൗണ്ട്. ഇത് ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൾസസ് വേണമെങ്കിൽ സിംഗിൾ പൾസസ് കൊടുക്കുക. അതാണ് മോണോ പൾസർ എന്ന് പറയുന്നത്. ഒരു ഹൈ പൾസ് വേണമെങ്കിൽ കൊടുക്കാം, ഒരു ലോ പൾസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഒരു സിംഗിൾ പൾസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഈ IC ട്രെയിനർ കിറ്റിൻ്റെ ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനുമാണ്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അത് നമുക്ക് ഹൈ ആക്കാം. ഇപ്പോൾ മേലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആകും, താഴോട്ടാണെന്നുണ്ടെങ്കിൽ ലോ ആകും. അങ്ങനെ നമുക്ക് ഹൈയും ലോവും ആക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ IC സ്ലോട്ടുകൾ. അപ്പോൾ IC സ്ലോട്ട് 1, IC സ്ലോട്ട് 2 ഇത്. അപ്പോൾ ഈ IC സ്ലോട്ടിനുള്ളിൽ നമുക്ക് എങ്ങനെ IC പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു IC എടുത്തു. ഇപ്പോൾ ഇത് ഈ ഒരു IC ഞാൻ എടുത്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ ICയുടെ ഈ മേളിൽ ഈ ഒരു വെട്ട് വരുന്നതിൻ്റെ ഈ സൈഡിൽ 1 2 3 4 5 6 7 8 അങ്ങനെ ആ രീതിയിലായിരിക്കും ഈ നമ്പറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 14 പിൻ IC ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ IC ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ലിവർ നേരെ വെച്ചിട്ട് വേണമെങ്കിൽ IC പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ IC ഞാൻ പ്ലേസ് ചെയ്തു. IC ഞാൻ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ലിവർ ലോക്ക് ചെയ്തു. അപ്പോൾ IC നമ്മുടെ ലോക്കായി. ഇനി നമുക്ക് IC നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ IC സ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിങ്ങൾ എണ്ണ നോക്കിയാൽ അറിയാൻ പറ്റും. 1 2 3 4 5 6 7 7 14 പിന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ നമ്പറിംഗ് എന്ന് പറയുന്നത് ഒരു 10 പിൻ IC അല്ലെങ്കിൽ 20 പിൻ IC ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഈ നമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ 7 ഉള്ളൂ. അപ്പോൾ ഇത് 1 2 3 4 5 6 7 8 എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ 14 എന്ന് എഴുതിയിരിക്കുന്നതായിരിക്കും 8 9 10 11 12 13 14 ആ പിന്നുകൾ അതായിരിക്കും. ദെൻ ഇതിൽ നമുക്ക് VCC ICക്ക് നമുക്ക് VCC കൊടുക്കുന്നത് ഇതുവഴിയാണ്. ഗ്രൗണ്ട് കൊടുക്കുന്നത് ഈ ഒരു പോയിൻ്റ് വഴിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പിന്നിൽ നിന്നൊരു കണക്ഷൻ 5th പിന്നിലോട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇടയിലോട്ട് നമ്മൾ വയർ വെക്കുക. അതിനുശേഷം അപ്പം ഈ ഒരു കണക്ഷൻ ഞാനിപ്പം എടുത്തേക്കുവാണ്. 1നും 5നും ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു കണക്ഷൻ ഞാൻ എടുത്തു. അപ്പം ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് ഇപ്പം 1ഉം ഇതും തമ്മിൽ കണക്ഷനായി. ഓക്കെ. ഇനി നമുക്ക് ഈ LED നമുക്കൊന്ന് എല്ലാം കത്തുന്നതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഈ ഒരു ഇൻപുട്ടിലോട്ട് ഞാൻ ഈ വയർ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. വയർ ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ട്രെയിനർ കിറ്റ് ഞാൻ ഓണാക്കി. ട്രെയിനർ കിറ്റ് ഓണാക്കിയതിന് ശേഷം ഇപ്പോൾ ഇത് ലോയിലാണല്ലോ കിടക്കുന്നത്. ഞാൻ ഹൈ ആക്കി. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ വെച്ചപ്പോൾ LED കത്തിയത് കണ്ടോ? ഹൈ ആയതുകൊണ്ടാണ്. ഈ LED കത്തുന്നതാണ്, ഈ LED കത്തുന്നതാണ്, LED കത്തുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഒരു 5 വോൾട്ട് ആയിരിക്കും ഈ ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് LED നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ലോ ആക്കാം. ഇത് ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LED കത്തിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ IC ട്രെയിനർ കിറ്റ്. അപ്പോൾ IC സ്ലോട്ട് എന്താണ്, ഈ ഒരു നമ്പറിങ് നമ്മൾ ഓർത്ത് വെക്കുക. ഇത് 7 പിന്നാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ. ഇനി നിങ്ങൾ 10 പിന്നാണെന്നുണ്ടെങ്കിൽ ഇതേലെ സെയിം നമ്പർ, 8 പിന്നാണെങ്കിൽ അതനുസരിച്ച് ഡിഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ ICയുടെ നമ്പറിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ IC വെക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം ഈ ഒരു വെട്ടുള്ള പോർഷന് ഏറ്റവും മുകളിൽ വരുന്ന രീതി വേണം നമ്മൾ IC പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ICക്കുള്ള VCC നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുപോലെ ക്ലോക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു 1 Hz ഈ ഒരു ക്ലോക്കിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. ലോ ഫ്രീക്വൻസി ക്ലോക്ക് ആയിരിക്കും നമ്മൾ നോർമലി കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ പൾസസ് വേണമെങ്കിൽ ഇവിടെ വേണം നമ്മൾ വെക്കാനായിട്ട്. ഇതാണ് നമ്മുടെ IC ട്രെയിനർ കിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വേറൊരു മോഡൽ IC ട്രെയിനർ കിറ്റ്. നേരത്തെ IC സ്ലോട്ടിനാണെന്നുണ്ടെങ്കിൽ 10 പിന്നുള്ള അല്ലെങ്കിൽ 20 പിന്ന് ഒരു സൈഡിൽ 10 പിന്നായിരുന്നു. അപ്പോൾ ലിവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനങ്ങനെ ഇല്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ ആ ഒരു വെട്ടുള്ള പോർഷന് ഏറ്റവും മുകളിൽ വെക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് ഒരു സൈഡിൽ 8 എണ്ണം ഉള്ളതേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ IC പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത് 1 2 3 4 5 6 7 ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് 14 പിൻ IC ആണ്. അതുകൊണ്ട് ഇത് 7, ഇത് 8 9 10 11 12 13 14. അപ്പോൾ ഇതിലെ നമ്പറിങ് നിങ്ങൾ നോക്കണ്ട. കാരണം ആ നമ്പറിങ്ങും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്.
അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ IC നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതതിൻ്റെ നേരത്തെ പോലെ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണിത്, അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് നമുക്ക് ഹൈ ആക്കാം, ലോ ആക്കാം, അതാണത്. അതിന് പ്രത്യേകിച്ച് LED ഇല്ല. നമ്മൾ നേരത്തെ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈ ആണോ ലോ ആണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ LED ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹൈ ആണോ ലോ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ LED ഒന്നുമില്ല. പക്ഷേ ഔട്ട്പുട്ട് LEDs ആണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട്സ് 6 ഔട്ട്പുട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പോലെ തന്നെ നമുക്ക് ക്ലോക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോ ഫ്രീക്വൻസി തൊട്ട് ഒരു ഹൈ ഫ്രീക്വൻസി വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യൂ ബാർ എന്ന് പറയുന്നത്. ഇനിയും പൾസസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. ഇത് ഹൈ പൾസ്, ഇത് ലോ പൾസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ IC ട്രെയിനർ കിറ്റ്. ഇതിൽ നമുക്ക് 4 ICs വരെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റേ കേസിൽ 2 ICs മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. ഇതാണ് നമ്മൾ ഹൈ നമ്മൾ ഓൺ ആക്കുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡീറ്റെയിൽ ട്രെയിനർ കിറ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.